കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിനിടെ 30 മടങ്ങാണ് വർധന. അലോപ്പതിക്ക് പകരം മറ്റു ചികിത്സാ ശാഖകളെ ആശ്രയിക്കുന്നവർ ഏറെ ഉണ്ടാകുമെന്നതിനാൽ രോഗബാധിതർ ഇതിലുമേറെയായിരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. 2016 വാക്സിൻ നിർത്തലാക്കിയതാണ് ഇത്ര വലിയ വർധനയ്ക്ക് കാരണം. അതുവരെ കുട്ടികളിൽ 1.5 വയസ്സിനകം മംസ്, മീസിൽസ്, റൂബല്ല വാക്സിൻ MMR നൽകിയിരുന്നു. 2016 ഇത് മീസൽസ്, റൂബല്ല വാക്സിൻ MR മാത്രമാക്കി. മുണ്ടിനീര് ഗുരുതരമാകില്ലെന്നും വാക്സിന് പ്രതിരോധശേഷി കുറവാണെന്നും പറഞ്ഞായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. മുണ്ടിനീര് കേസുകൾ ഉയരുന്നതിനാൽ MMR വാക്സിൻ തുടരണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. സ്വകാര്യ ആശുപത്രികളിൽ ഇത് ഇപ്പോഴും ലഭ്യമാണ്. മംസ് വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് മുണ്ടിനീര്. ചെവിക്ക് താഴെ കവിളിന്റെ വശങ്ങളിൽ വേദനയോടെ വീക്കമുണ്ടാകുന്നതാണ് സാധാരണ ലക്ഷണം. നീരെന്നും തൊണ്ടവേദനയെന്നും തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകരുത്. അപൂർവമായി മുതിർന്നവർക്കും വരാറുണ്ട്. പനി, തലവേദന, അസ്വാസ്ഥ്യം, പേശിവേദന, വിശപ്പില്ലായ്മ എന്നിവയാണ് ലക്ഷണങ്ങൾ. മുഖത്തിന്റെ വശത്ത് വേദനയോടെ വീക്കമുണ്ടാകുന്നത് സാധാരണ ലക്ഷണമാണ്. വൈറസ് ബാധിച്ച് 16 മുതൽ 18 ദിവസങ്ങൾക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. വൈറസ് വായുവിലൂടെയാണ് പകരുന്നത്. ശ്വാസകോശ സ്രവങ്ങൾ വഴിയും രോഗബാധിതനായ വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിലൂടെയും വൈറസ് പകരും. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് മുതൽ 8 ദിവസം വരെ രോഗം പടരാം. മുണ്ടിനീരിന് പ്രത്യേക ചികിത്സകളൊന്നുമില്ല. വാക്സിനേഷൻ വഴി അണുബാധ തടയാം. രോഗബാധിതരെ ഐസൊലേഷനിലാക്കുന്നതിലൂടെയും വ്യാപനം തടയാം. ചികിത്സിച്ചില്ലെങ്കിൽ കേൾവി തകരാറിനും ഭാവിയിൽ വന്ധ്യതയ്ക്കും സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിച്ചാൽ ഗുരുതരമാകും. ഗർഭിണികളിൽ ആദ്യ 3 മാസങ്ങളിൽ മുണ്ടിനീരുണ്ടായാൽ ഗർഭം അലസാനും സാധ്യതയേറെയാണ്.